സുകുമാദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശാരികയോട് ദേവിക ചോദിക്കുന്നുണ്ട്, എവിടെ നിന്നാണ് നിനക്ക് ഇത്രയും വിലപ്പെട്ട കാര്യങ്ങളൊക്കെ അറിയാൻ സാധിച്ചത്? അതിൻ്റെ ഉറവിടം എവിടെയാണ്? ആരാണ് നിന്നോട് ഇതൊക്കെ തുറന്നു പറഞ്ഞതെന്ന്? ചേച്ചി അപ്പം നിന്നാൽ പോരെ, കുഴിയണോ എന്ന് ചോദിക്കുമ്പോൾ, അതെ, ഞങ്ങൾക്കെല്ലാം അറിയണം. ആരാണ് ഇതിന് പുറകിൽ? നീ ആര് വഴിയാണ് ഇതൊക്കെ അറിഞ്ഞത്? ഓ, ഇതിപ്പോൾ പറഞ്ഞത് അബദ്ധമായി പോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ശാരികയാണെങ്കിൽ അകത്തേക്ക് പോകാൻ നിൽക്കുമ്പോൾ, ഡി, ചേച്ചി ചോദിച്ചതിന് മറുപടി പറഞ്ഞിട്ട് നീ പോയാൽ മതി എന്ന് പറഞ്ഞ് രാധികയാണെങ്കിൽ തടയുകയാണ്. ഓ, എങ്കിൽ പിന്നെ പറഞ്ഞേക്കാം. അമ്മയുടെ അച്ഛൻ്റെ മുഖത്ത് നോക്കി പറയാൻ എനിക്ക് കുറച്ച് ചമ്മലുണ്ട്. അതെ ചേച്ചി, എൻ്റെ ലവറാണ് ഈ കാര്യങ്ങളൊക്കെ എന്നെ അറിയിച്ചത്. എന്ത്, ലവറോ? അതെ, എൻ്റെ ലവർ. ഞാൻ പറഞ്ഞിരുന്നില്ലേ ഒരാളെ എനിക്കിഷ്ടമാണെന്ന്. അയാളാണ് ഇതൊക്കെ എന്നോട് തുറന്നു പറഞ്ഞതെന്നിങ്ങനെ ശാരിക പറയുമ്പോൾ, എടി നിന്നെ ഞാൻ എന്ന് പറഞ്ഞ് രാധികയാണെങ്കിൽ ശാരികയുടെ ചെകിടത്തടിക്കുകയാണ്. ശാരികയാണെങ്കിൽ കരയുന്നുണ്ട്. അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് ദേവികയാണെങ്കിൽ തടയുമ്പോൾ, ഇവളെ ഞാൻ എന്ന് പറഞ്ഞ് രാധിക ദേവികയോട് പറയുന്നുണ്ട്, ഇവളിവിടെ നിന്നും അടിച്ചിറക്ക്. ഇവൾക്ക് കുടുംബത്തിലെ വിഷമങ്ങളൊന്നും അറിയില്ല. അമ്മ എന്നെ തല്ലി കഴിഞ്ഞോ? എങ്കിലേ ഞാൻ പറയാം, എൻ്റെ ലോവർ തന്നെയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അതാരാണെന്ന് അറിയണ്ടേ? കെവിൻ. ഇത് കേട്ട് ദേവിക്കാണെങ്കിൽ ആകെ ഷോക്കാവാണ്. എന്ത്, കെവിനോ? അതെ ചേച്ചി, കെവിൻ, ചേച്ചിയുടെ ഫ്രണ്ട് കെവിൻ, നമ്മുടെ കെവിൻ. അപ്പോൾ നീയും കൂടി അറിഞ്ഞിട്ടാണോ ചന്ദ്രവത്ത് വീടിനെയും നിന്റെ ചേച്ചിയെല്ലാം തകർക്കാൻ നിന്നത് അവർക്കൊപ്പം എന്ന് ചോദിക്കുമ്പോൾ, അതെ, തകർച്ചയുടെ വാക്കിൽ നിൽക്കുന്ന എൻ്റെ ചേച്ചിയെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒരു പ്രേമം നടിച്ചത്. പ്രണയ നാടകമായിരുന്നു അതെന്നിങ്ങനെ പറയുമ്പോൾ, ഷാരി നീ എന്തൊക്കെയാണ് പറയുന്നത്? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. അങ്ങനെ ശാരികയാണെങ്കിൽ കെവിന് ഫേസ്ബുക്കിൽ മെസ്സേജ് അയച്ചതുവരെ ആ ഇസബലയും കെവിനും സംസാരിക്കുന്ന രംഗങ്ങൾ വരെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ദേവികയോട് വിവരിക്കുന്നു. ഇത് കേട്ട് എല്ലാവരും ആകെ തകർന്നു പോവുകയാണ്. ചേച്ചിക്ക് വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഇതൊക്കെ ചെയ്തത്. ഒരു മരണ പോരാട്ടമായിരുന്നു. എപ്പോൾ വേണമെങ്കിലും പിടിക്കപ്പെടാമായിരുന്നു. പക്ഷേ ചേച്ചിയുടെ സന്തോഷമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ മാത്രമല്ല, അമ്മയും അച്ഛനും എല്ലാവരും. അപ്പോൾ പിന്നെ ഞാനിത് ചെയ്യേണ്ട ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് ശാരികയാണെങ്കിൽ പൊട്ടിക്കരയുമ്പോൾ, ദേവികയാണെങ്കിൽ അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട്, നന്ദിയുണ്ടടി, നീ എന്നെ ഇത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കരയാണ്. എന്നിട്ട് പെട്ടെന്ന് തന്നെ പിടിവിട്ട് കുറച്ച് അങ്ങോട്ട് മാറി നിന്ന് അവളുടെ വിഷമം മാറുന്നത് വരെ കരയുന്നു. രാധികയാണെങ്കിൽ ശാരികയെ ചേർത്ത് പിടിച്ച് സമാധാനിപ്പിക്കുന്നുണ്ട്. മാധവനാണെങ്കിൽ പിടിച്ചു നിൽക്കാനായിട്ട് കഴിയുന്നില്ല. ശേഷം പ്രഭാവതിയാണെങ്കിൽ ഭക്ഷണം പോലും കഴിക്കാതെ റൂമിൽ എന്തൊക്കെയോ ആലോചിച്ച് നിൽക്കുമ്പോൾ അവിടേക്ക് സിദ്ധു വരികയാണ്. പ്രഭ, താനൊന്നും കഴിച്ചില്ലല്ലോ. സിദ്ധു, എനിക്കൊന്നും വേണ്ട. അതെങ്ങനെയാ ശരിയാവുക? ആരോഗ്യം നോക്കണ്ടേ? എന്തിനാ ഞാൻ ആരോഗ്യം നോക്കുന്നത്? എൻ്റെ മോൻ എൻ്റെ അടുത്തില്ല. സിദ്ധുവിനറിയോ, ഇന്ന് പുലർന്നാൽ എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ് എന്ന് കരുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? നന്ദനെ നമുക്ക് എത്രയും പെട്ടെന്ന് കണ്ടെത്താം. സിദ്ധു, നിർത്ത്. സമാധാന വാക്കുകളൊന്നും വേണ്ട. എന്നെ ശല്യം ചെയ്യരുത്. ഞാൻ സിദ്ധുവിനെ ശല്യം ചെയ്യാൻ വരുന്നില്ലല്ലോ എന്നിങ്ങനെ പ്രഭ പറയുമ്പോൾ, പിന്നെ ഞാൻ എന്താ പറയേണ്ടത്? എടുത്തു ചാടി ഒന്നും ചെയ്യുന്നത് ബുദ്ധിയല്ല പ്രഭ. സിദ്ധു, കഴിഞ്ഞ അവൻ്റെ ബർത്ത്ഡേ ആഘോഷം ഒന്ന് ഓർത്തു നോക്ക്. ദേവികയും രജനിയും സിദ്ധു എല്ലാവരും ചേർന്ന് അവന് പുറകെ നടന്ന് സർപ്രൈസ് കൊടുക്കുകയായിരുന്നു. അവൻ എത്ര സന്തോഷവാനായിരുന്നു. ഇപ്പോൾ അവൻ ജീവനോടെ ഉണ്ടോയെന്ന് പോലും അറിയില്ല. എനിക്കതൊന്നും സഹിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ, പ്രഭ നീ ഒന്ന് സമാധാനപ്പെടും. എങ്ങനെ സമാധാനപ്പെടാൻ? ഇപ്പം നന്ദൻ അടുത്തില്ല. ദേവികയാണെങ്കിൽ അവളുടെ വീട്ടിൽ. നമ്മൾ രണ്ടുപേരും മാത്രം ഒറ്റയ്ക്ക്. എൻ്റെ മോൻ ആ പ്രകാശ് പറഞ്ഞതുപോലെ എവിടെയാണെങ്കിലും ബർത്ത്ഡേ ആഘോഷിച്ചാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രഭാവതിയാണെങ്കിൽ അവിടെ നിന്നും പോകുന്നുണ്ട്. സിദ്ധുവിനാണെങ്കിൽ എന്ത് ചെയ്യണം എന്ത് പറയണമെന്ന് അറിയുന്നില്ല. തുടർന്ന് ദേവികയാണെങ്കിൽ ഹരിയങ്കളിനെ വിളിക്കുകയാണ്. അങ്കളെ, ഫോണെന്താ സ്വിച്ച് ഓഫ് ആയിരുന്നോ? അതെ ദേവി, ഒരു അർജൻറ്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഓ, സ്വിച്ച് ഓഫ് ആക്കി വെച്ചതാ. അങ്കിൾ, ശാരികയാണ് ഇൻഫർമേഷൻ എല്ലാം തന്നത്. എല്ലാം ഞാൻ അറിഞ്ഞു. തൻ്റെ അനിയത്തി ഒരു പിടിമുടിക്ക് തന്നെയാണ്. അവൾ സ്വന്തം ചേച്ചിക്ക് വേണ്ടിയിട്ട് ജീവൻ പണയം വെച്ചല്ലേ ഓരോന്ന് അന്വേഷിച്ച് കണ്ടെത്തിയതും. അതെ അങ്കിൾ, ഇനി എന്താ പ്ലാന്? എല്ലാം പക്വതയോട് കൂടിയിട്ട് വേണം മുന്നോട്ട് നീങ്ങാനായിട്ട്. എടുത്തുചാടി ഒന്നും ചെയ്യരുത്. ഇനി എത്രയും പെട്ടെന്ന് നന്ദനെ കണ്ടെത്തുക, അതാണ് നമ്മുടെ ലക്ഷ്യം. പിന്നെ അരുന്ധതിക്ക് മുന്നിലേക്കൊന്നും പോകരുതെന്ന് പറയുമ്പോൾ, അച്ഛൻ്റെ കാര്യത്തിൽ എനിക്ക് ഉറപ്പ് പറയാനാവും. പക്ഷേ അമ്മ എന്തെങ്കിലും എടുത്തുചാടി ചെയ്താൽ എല്ലാം കുളമാകുമെന്നൊക്കെ ദേവി പറയാണ്. അങ്കിളിനും പറ്റുമെങ്കിൽ നാളെ തന്നെ വന്ന് അമ്മയൊന്ന് ഉപദേശിക്കാമോ എന്ന് ചോദിക്കുമ്പോൾ, ശരി, ഞാൻ വന്നേക്കാം എന്ന് പറഞ്ഞ് ഹരിവയ്ക്കലാണെങ്കിൽ ഫോൺ വയ്ക്കുകയാണ്. അങ്ങനെ പ്രകാശ് ആവട്ടെ ഒരു കത്തിയൊക്കെ പിടിച്ച് ഫോൺ നോക്കി നന്ദൻ അരികിൽ തന്നെയുണ്ട്. പെട്ടെന്നാണ് ഫോണിൽ അലറാം അടിക്കുന്നത്. നന്ദനാണെങ്കിൽ ഞെട്ടി എഴുന്നേൽക്കുന്നു. കത്തി പിടിച്ച് നിൽക്കുന്ന പ്രകാശിനെയാണ് കാണുന്നത്. എന്താ പ്രകാശ്, എന്താ കാര്യം? പേടിച്ചു പോയോ? അത് അലറാമാടാ. രാത്രി 12 മണിയായി. ഇതെന്താ കത്തിയൊക്കെ? എന്നെ കൊല്ലണോ? എങ്കിലേ എന്നെ കൊല്ല് എന്ന് പറഞ്ഞുകൊണ്ട് പ്രകാശിന് നേരെ പാഞ്ഞെടുക്കുകയാണ് നന്ദൻ. നിന്നെ കൊല്ലാമെങ്കിൽ എനിക്ക് എപ്പോഴോ കൊല്ലാമായിരുന്നു. കത്തിയല്ലേ, ദാ ഇത് നീ പിടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദന് കൊടുക്കുകയാണ്.
നന്ദൻ അത് വേഗം തന്നെ വാങ്ങുന്നുണ്ട്. എടാ പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ആ ഋഷി ഉണ്ടല്ലോ, അവൻ്റെ ഡെഡ് ബോഡി കണ്ടെത്തിയിട്ടുണ്ട്. അസ്ഥികൂടം DNA പരിശോധനയ്ക്ക് അയച്ച് കൺഫേം ആക്കിയിട്ടുണ്ട്. പോലീസുകാർ നിന്നെ അരിച്ചു പെറുക്കുകയാണ്. പക്ഷെ നീ പേടിക്കണ്ടടാ, നിന്റെ രോമത്ത് പോലും തൊടാൻ ഇവിടുത്തെ പോലീസുകാർക്ക് കഴിയില്ല. കാരണം എൻ്റെ പയ്യന്മാരാണ് നിനക്ക് കാവൽ നിൽക്കുന്നത്. അതുകൊണ്ടേ നന്ദ പേടിക്കണ്ട. നീയേ ഒന്ന് പുറത്തേക്ക് വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദനെ പിടിച്ചു വലിക്കുകയാണ്. എന്താ പ്രകാശ്, എന്താ കാര്യം? നീ വന്നേ എന്ന് പറഞ്ഞ് നന്ദനെ പിടിച്ചു വലിച്ച് പുറത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഈ സമയം പുറത്താവട്ടെ, ഗുണ്ടകൾ എല്ലാവരും എന്തോ ഒരുക്കത്തിലാണ്. അതെ, എല്ലാവരും ഒന്ന് മാറിക്കേ, നന്ദനെ കാഴ്ച കാണട്ടെ. പെട്ടെന്നാണ് നന്ദൻ ആ ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നത്. എൻ്റെ ബർത്ത്ഡേ കേക്ക്, ഹാപ്പി ബർത്ത്ഡേ നന്ദൻ എന്ന് പറഞ്ഞിട്ട്. ഇന്നത്തെ ദിവസം ഓർമ്മയില്ലേ? ഇന്ന് ജൂലൈ 28. നന്ദ, നിന്റെ ബർത്ത്ഡേ ആടാ, എനിക്ക് കേക്ക് മുറിക്കണ്ട, ഒന്നും മുറിക്കണ്ട. നന്ദനാണെങ്കിൽ ആകെ വിഷമിക്കുകയാണ്. അങ്ങനെ പറഞ്ഞ് ശരിയാവില്ല, കേക്ക് മുറിച്ചേ മതിയാവൂ. എടാ, നീ സന്തോഷത്തോടെ ഇത് കട്ട് ചെയ്യണം. കാരണം എന്താണെന്നറിയോ, നിന്റെ വീട്ടുകാർക്കറിയാം നീ ജീവനോടെയുള്ള കാര്യം. അപ്പം പിന്നെ നീ സന്തോഷത്തിൽ ഈ കേക്ക് മുറിച്ചില്ലെങ്കിൽ അവർക്കത് ഒരു ബുദ്ധിമുട്ടാവില്ലേ? ഇപ്പോൾ അവർ നിന്റെ ബർത്ത്ഡേ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ, പ്രകാശ് നീ ഈ പറയുന്നത് സത്യമാണോ? അതേന്നേ, ഇതേ നോക്ക്, ഞാൻ നിന്റെ ഒറ്റ സുഹൃത്താണ്. അതുകൊണ്ടാണ് നിനക്ക് ഇത്രയും ഇൻഫർമേഷൻസ് ഞാൻ തരുന്നത്. നിനക്ക് ഈ കുപ്പായവും ഈ കേക്കൊക്കെ വാങ്ങി തരേണ്ട യാതൊരു ആവശ്യം എനിക്കില്ല. നിന്റെ ബർത്ത്ഡേ ഓർത്ത് വെച്ച് ഞാൻ എങ്ങനെ ചെയ്യണം? അതിനെന്താ അർത്ഥം? ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്നല്ലേ? അതുകൊണ്ടേ നന്ദ നല്ല കുട്ടിയായിട്ട് ഈ കേക്ക് മുറിച്ചു എന്ന് പറഞ്ഞ് പ്രകാശ് ആണെങ്കിൽ നന്ദനെ നിർബന്ധിക്കുകയാണ്. അവനാണെങ്കിൽ അത് ചെയ്യാൻ തീരുമാനിക്കുന്നു. അപ്പോൾ അതൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. കാത്തിരിക്കാം നാളത്തെ കിടിലൻ എപ്പിസോഡിനായിട്ട്. ബൈ.